ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരമിത്ര 5 ലക്ഷം രൂപ മരണാനന്തര ഫണ്ട് കൈമാറി. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരമിത്ര പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഏരിയയിലെ SN പുരം യൂണിറ്റ് അംഗവും വ്യാപാരമിത്ര ട്രസ്റ്റ് അംഗവുമായിരുന്ന KS സുബ്രഹ്മണ്യന്റെ കുടുംബത്തിനാണ് 5 ലക്ഷം രൂപ കൈമാറിയത്. ശ്രീനാരായണപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 74-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മുടെ നേരത്തെ പറഞ്ഞൊരു ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കണം. വ്യാപാരമിത്ര ഇത് തുടങ്ങിയ സമയത്ത് 2-3 മാസക്കാലം സ്പെഷ്യൽ സ്കീം പോലെ പ്രഖ്യാപിക്കപ്പെട്ട 75 വയസ്സുള്ളിലുള്ളവർക്ക് ചേരാൻ കഴിയുന്നത് കൊണ്ട് അത് അദ്ദേഹത്തിന് കിട്ടിയതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 65 വയസ്സായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 65 വയസ്സ് ഉള്ള രീതിയിലാണ് ഇപ്പോൾ വ്യാപാരിക്കുന്നത്. നമുക്കെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി, ഒരു സംഘടന രൂപീകരിക്കുന്ന എന്ത് എന്റെ സംഘടന എന്ന് പറയുന്നത് നല്ല മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പ്രോഗ്രാം. ഒരു സംഘടന ചേർന്നാൽ നമ്മുടെ അവകാശങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കും ഒക്കെ ഏത് അറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നൊരു മെച്ചമാണ്. ഒറ്റയ്ക്ക് പറയുന്നതല്ലോ ഒരു സംഘം പറയുന്നത് രീതിയിലാണ്. ഭരണാധികാരികളുടെ കത്ത് ഒരു കാര്യം അത് ചെവിക്കൊള്ളണമെങ്കിൽ അതിന് സംഘബലം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യകാലം മാത്രമല്ല സംഘബലത്തിന് ചെയ്ത് കഴിയും. ആ സംഘബലമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന വ്യാപാരികളുടെ വ്യവസായികളുടെ ഒക്കെ അംഗസംഖ്യ കൊണ്ടും അതിന്റെ പ്രവർത്തന വൈപുല്യത കൊണ്ടും അതിന്റെ മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടും നമ്മുടെ ഈ സമിതി ഉയർത്തിപ്പിടിക്കുന്നു. വ്യാപാരമിത്ര പദ്ധതി പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു. വ്യാപാരമിത്ര കോർഡിനേറ്റർ ലതീഷ് നാരായണൻ വ്യാപാരമിത്ര അംഗത്വ കാർഡ് വിതരണം ചെയ്തു. വ്യാപാരമിത്രം പദ്ധതി സെക്രട്ടറി മിൽട്ടൺ J. തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമിതി അംഗത്വ കാർഡ് വിതരണം ചെയ്തു. AK ദാസൻ, സച്ചിൻ കാട്ടിൽ, MS മോഹനൻ, TS ശീതൽ, AP ജയരത്നം, TU ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെ കാര്യക്ഷമമായ രീതിയിൽ എല്ലാ സമയത്തും കൃത്യമായിട്ട് സമിതി, സംസ്ഥാന, ജില്ലാ, ഏരിയ കമ്മിറ്റികളുടെ ബന്ധപ്പെട്ടുള്ളത്. അതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ഈ നടന്ന വയനാട് ദുരന്തത്തിൽ സമിതിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 18ഓളം വീട് വെച്ചു കൊടുക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തന്നെ സമാഹരണം നടത്തിയിരുന്നു. അത് മൊത്തം 1,40,00,000 രൂപയോളം നമ്മൾ സമാഹരിച്ചു. സംസ്ഥാനം ഒട്ടാകെ തൃശ്ശൂർ ജില്ല 4,52,000 രൂപ 3 ദിവസം കൊണ്ട് നമ്മൾ സമാഹരിക്കുകയാണ്. ആ സംഖ്യ സമിതിയുടെ പേരിൽ വീട് വെച്ചു കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് മറ്റന്നാൾ കൈമാറുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് സമിതി